ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാ എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി വീഡിയോ പുതുതായി കാണുന്നവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണോ. ഇഷ്ടപ്പെട്ട ലൈക്കും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് രാവിലെ എണീറ്റ് വന്നപ്പോൾ ഇതാ ആദ്യം തന്നെ കാണുന്ന കാഴ്ചയാണ് കേട്ടോ. അപ്പുറത്തെ തൊടുത്ത് വാഴ നമ്മളെ മുറ്റത്തേക്ക് മറിഞ്ഞിട്ടുണ്ട് കേട്ടോ. ആദ്യം ഒരു വാഴക്കൊലയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ മക്കളിതാ ചായ കുടിച്ച് മദ്രസയിലേക്ക് പോകാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇക്ക പഠിക്കും പോയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അവർ പോയതിന് ശേഷം ഞാൻ കുറച്ച് നേരം കൂടെ കിടന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ കിച്ചണിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 8 മണിയൊക്കെ ടൈം ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി നിന്നു. അപ്പോൾ ഇഡ്ഡലിയും സാമ്പാറും കേട്ടോ. ഇന്ന് ഇഡ്ഡലി ഞാൻ ഓല് പോകുന്നതിന് മുന്നേ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്കും മക്കളും അത് കഴിച്ചിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. സാമ്പാർ പിന്നെ ഞാൻ ഇന്നലെ രാത്രി തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ് കേട്ടോ. അപ്പോൾ സാമ്പാർ ഞാൻ രാത്രി തന്നെ ഉണ്ടാക്കാൻ കാരണം രാവിലെ പോകും കേട്ടോ. അപ്പോൾ പിന്നെ രാവിലെ തന്നെ നമുക്ക് സാമ്പാറും അതേപോലെ കടിയൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ രണ്ടും കൂടെ ആകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ ഒരു തട്ടിക്കൂട്ട് സാമ്പാർ അങ്ങോട്ട് ഉണ്ടാക്കി കേട്ടോ. കഷ്ണങ്ങളൊന്നും ഇല്ലായിരുന്നു. കുറച്ച് കേങ്ങും ഉള്ളിയും തക്കാളിയും പരിപ്പും കൂടെ ഇട്ട് സാമ്പാറും പൊടി ഇട്ട് അങ്ങോട്ട് കടു വറുത്തു കേട്ടോ. എന്തായാലും സാമ്പാർ പൊടി ഇട്ട എന്താണെങ്കിലും സാമ്പാർ ആവുമല്ലോ. അങ്ങനെ കടിയും കറിയൊക്കെ ആയപ്പോൾ ഞാൻ ചായ എടുക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ സിധു എണീറ്റിട്ടുണ്ടായിരുന്നില്ല, ഞാൻ തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ എന്തായാലും ചായ കുടിക്കട്ടെ. അങ്ങനെ ചായയുടെയൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. മോറാന് രാവിലത്തെ ചായ കുടിച്ചതും അതേപോലെ ഇഡ്ഡലി ഉണ്ടാക്കിയ പാത്രങ്ങളും അങ്ങനെ കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം അതും കൂടെ മോറി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഉച്ചക്കത്തെ നോക്കാനല്ലേ ഉള്ളൂ. അപ്പോൾ രാവിലത്തെ പരിപാടി കഴിഞ്ഞാൽ പിന്നെ ഉച്ചക്കത്തെ നോക്കിയാൽ മതിയല്ലോ. അപ്പം അങ്ങനെ പാത്രങ്ങളൊക്കെ മോറി വെച്ചതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ കുറച്ച് മീൻ ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് പുറത്തേക്ക് എടുത്ത് വെക്കുന്നുണ്ട്. എന്താ വെച്ചാൽ നല്ല തണുപ്പായിരിക്കുമല്ലോ. അതൊന്ന് തണുപ്പ് വിടണമെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ വെള്ളത്തിലിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ ഇന്നലെ രാത്രി ഒക്കെ കൊണ്ടുവന്നായിരുന്നു കേട്ടോ. ആ കൊടുന്ന പടം ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചതായിരുന്നു. എന്താ മീനെ പോലും നോക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാ കോരയും അതേപോലെ മാന്തളും ആയിരുന്നു കേട്ടോ. അങ്ങനെ അതവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഞാൻ മുറ്റടിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുറ്റം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ലേ, 2-3 ദിവസമായിട്ടോ മുറ്റടിച്ച് വാരിയിട്ട്. എന്താണെന്ന് വെച്ചാൽ 2 ദിവസമായിട്ട് രാത്രി മഴയായിരുന്നല്ലോ. അപ്പോൾ രാവിലെ മുറ്റം ഉണങ്ങാതെ നമുക്ക് അടിക്കാൻ പറ്റൂല കേട്ടോ. അപ്പോൾ ആ ചമ്മലൊക്കെ അവിടെ ഒട്ടി പിടിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ 2 ദിവസം അടിച്ചു വാരിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും രാവിലെ തന്നെ അടിക്കണം എന്നൊന്നുമില്ല കേട്ടോ. എനിക്ക് തോന്നുന്ന ടൈമിലൊക്കെ ഞാൻ അടിക്കും. ചിലപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞിട്ട് ലാസ്റ്റ് കുളിക്കുന്നതിന് മുന്നേ ആയിരിക്കും അടിക്കുക. ചിലപ്പോൾ വൈകുന്നേരം ഇരിക്കും. അങ്ങനെയൊന്നുമില്ല കേട്ടോ. എനിക്ക് തോന്നുന്ന സമയത്താണ് ഞാൻ മുറ്റടിക്കാറ്. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 8:30 ടൈം ആയിട്ടുള്ളൂ കേട്ടോ. പക്ഷെ ഭയങ്കര വെയിലാണ് കേട്ടോ. നല്ല ചൂടുണ്ട്. അങ്ങനെ മുറ്റടിക്കലൊക്കെ നല്ല തകൃതായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ സിധു എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ എൻ്റെ കൂടെ അങ്ങനെ ഓരോന്ന് സംശയങ്ങളൊക്കെ ചോദിച്ചു കൊണ്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു വാഴ മറിഞ്ഞതിൻ്റെ ഓരോ കാര്യങ്ങൾ എന്നോട് ചോദിക്കുമായിരുന്നു. അങ്ങനെ മുറ്റടിക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ സിറ്റ് ഔട്ട് ഒന്ന് അടിച്ചു വാരി തുടച്ചിടാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ആരെങ്കിലുമൊക്കെ പെട്ടെന്ന് കയറി വന്നാൽ വൃത്തിയില്ലാതെ കിടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആദ്യം സിറ്റ് ഔട്ട് ഒന്ന് തുടച്ചിട്ടു. പുറത്തത്തെ പണി ഏകദേശം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അകത്തത്തെ പണിയല്ല അത്. പിന്നെ പതി അങ്ങനെ എടുത്താൽ മതിയല്ലോ. അങ്ങനെങ്ങാനും നമ്മൾ സിറ്റ് ഔട്ട് തുടച്ചിട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അന്ന് ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ആയിട്ട് വരും കേട്ടോ. ഇനി ഇങ്ങോട്ടല്ലെങ്കിലും ചിലപ്പോൾ തറവാട്ടിക്കോ അല്ലെങ്കിൽ അങ്ങനെ മുത്തശ്ശന്മാരോടൊക്കെ അവിടേക്ക് ആരെങ്കിലുമൊക്കെ വരുന്നവരെ വണ്ടിയൊക്കെ ഇവിടെ മുറ്റത്തായിരിക്കും കേട്ടോ നിർത്തിയിടുക. അപ്പോൾ അങ്ങനെ ആരെങ്കിലുമൊക്കെ ആയിട്ട് വരും കേട്ടോ. അങ്ങനത്തെ സിറ്റ് ഔട്ട് തുടച്ചിട്ട് ഞാൻ അകത്ത് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ സിധു പല്ലൊക്കെ തേച്ച് വന്ന് അവനക്ക് ചായ കൊടുക്കാൻ കേട്ടോ. അവന് ചില നേരത്ത് ഭയങ്കര കുറുമ്പാണ് കേട്ടോ. ഞാൻ വാരി കൊടുക്കുന്നേ വേണ്ടി വരും. ഇല്ലാന്നുണ്ടെങ്കിൽ അവൻ ഒറ്റയ്ക്ക് കഴിക്കൂട്ടോ. അങ്ങനെ അവന് ചായയുടെയൊക്കെ കഴിഞ്ഞ് ഇമ്മമ്മാൻ്റെ അടുത്തേക്ക് പോകാമെന്ന് പറഞ്ഞാൽ അവൻ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ മറിഞ്ഞ് വീണ വാഴക്കൂമ്പാണ് കേട്ടോ. വാഴക്കൂമ്പ് എന്ന് വെച്ചാൽ പലരും പല പേരും പറയും. വാഴക്കൂമ്പ്, മാണിത്തട്ട, വാഴത്തട്ട, അങ്ങനെ പല പേരും ഉണ്ട് കേട്ടോ. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം ഞങ്ങളിവിടെ വാഴക്കൂമ്പ്, വാണിത്തട്ട എന്നൊക്കെയാണ് കേട്ടോ പറയാറ്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിന്നത് ഉപ്പേരി വെക്കുകയാണ്. അങ്ങനെ ഉപ്പേരി വെക്കല്ല കേട്ടോ. സാധാരണ ഞാൻ അതങ്ങനെ തേങ്ങയൊക്കെ ചതച്ചിട്ട് വെക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ മുതിര ഇട്ട് കാണ്ട് അങ്ങനെയും വെക്കാറുണ്ട് കേട്ടോ. ഇന്ന് ഞാൻ ഒരു സ്പെഷ്യലായിട്ട് ചെറുപ്പയർ ഇട്ട് കാണ്ടാണ് കേട്ടോ വെച്ച് വെക്കുന്നത്. അപ്പം അങ്ങനെ അതവിടെ അരിഞ്ഞ് മാറ്റി വെച്ചിട്ട് ഞാൻ ചോറിന് വെള്ളം വെക്കാൻ വേണ്ടി
അടുപ്പിലുള്ള വെണ്ണൂറൊക്കെ വാരിയെടുക്കുന്നുണ്ട് കേട്ടോ. ബാക്ക്ഗ്രൗണ്ടിൽ പല സൗണ്ടും കേൾക്കും കേട്ടോ. മക്കളവിടെ അടിപിടി കൂടാണ്, അവിടെ തല്ലുകൂടുന്ന സൗണ്ടൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതാ അങ്ങനെ അടുപ്പൊക്കെ ഞാൻ കത്തിച്ച് പിടിപ്പിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ചോറിനുള്ള വെള്ളം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സാധാരണ ഞാൻ കുറച്ച് വൈകിട്ടാണ് കേട്ടോ വെക്കാറ്. ഇന്ന് കുറച്ചും കൂടെ നേരത്തായിട്ടുണ്ട്, ഒരു 11 മണി ആ ഒരു ടൈമിലൊക്കെയാണ് ഞാൻ വെക്കാറ് കേട്ടോ. എന്നാൽ പിന്നെ വൈകുന്നേരത്തിനുള്ളതും കൂടെ വെക്കാലോ, അങ്ങനെയാണ് കേട്ടോ ഉണ്ടാവാറ്. അപ്പം ഇന്ന് കുറച്ച് നേരത്തെ ആയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇതാ അടുപ്പൊക്കെ കത്തിച്ച് ഞാൻ ചോറിനുള്ള വെള്ളം അവിടെ വെച്ച് കൊടുത്തു കേട്ടോ. പിന്നെ ഞാൻ അകൊക്കെ ഒന്ന് അടിച്ചു വാരാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു. കാരണം തുടക്കലേതായാലും ഇപ്പം നടക്കൂല, കാരണം മക്കൾ വീട്ടിലുണ്ടാവുമ്പോൾ നമ്മൾ നേരത്തെ അടിച്ചു വാരി തുടച്ചിട്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പം ഞാൻ അടിച്ചു വാരി ഒന്ന് ഇടും കേട്ടോ. ഇനിയും തുടക്കുന്നതിന് മുമ്പ് ഒരു വട്ടം കൂടെ എനിക്ക് അടിച്ചു വാരേണ്ടി വരും. എന്നാലും ഒരു വൃത്തിക്കും വേണ്ടി ഞാൻ അടിച്ചു വാരി ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അടിച്ചു വരുന്ന ഇടയ്ക്ക് മക്കൾ മദ്രസ വിട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അവർക്ക് വേണ്ട ചായയും കടിയൊക്കെ എടുത്ത് തിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ കളിക്കാൻ പോയിട്ടോ. പിന്നെ ഞാൻ വാഷ് ബേസും അതേപോലെ നമ്മൾ ടേബിളൊക്കെ ഒന്ന് തോത്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ബാക്കിയും കൂടെ അടിച്ചോരി എടുത്തപ്പോഴേക്ക് എൻ്റെ ചോറിനുള്ള വെള്ളം അവിടെ തെളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അതിലേക്ക് അരിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വേവുള്ള അരിയാണ് കേട്ടോ. അപ്പം പിന്നെ കുറച്ച് നേരം അവിടെ കിടന്നങ്ങനെ വേവാനുണ്ട്. അപ്പോൾ പിന്നെ അത് വേവുമ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ തീർക്കാമല്ലോ. അപ്പം അങ്ങനെ ഇതാ ഞാൻ ചെറുപ്പയർ കുക്കറിലിട്ട് വേവിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ വാഴക്കൂമ്പിൻ്റെ കൂടെ വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഞാൻ വേവിക്കാൻ വേണ്ടി എടുത്ത് വെച്ചപ്പോൾ കുക്കർ അടച്ച് വെക്കാൻ വേണ്ടി നോക്കുമ്പോൾ എത്ര ആയിട്ടും അത് അടയ്ക്കാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോഴാണ് ആ നഗ്നസത്യം എനിക്ക് മനസ്സിലായത്. ഇത് ഈ കുക്കറിൻ്റെ അടപ്പല്ല. അപ്പോൾ ഇതേ ഒരളവിലുള്ള വേറൊരു കുക്കറും കൂടെ എൻ്റെ അടുത്തുണ്ട് കേട്ടോ. അതിൻ്റെ അടപ്പായിരുന്നു കേട്ടോ അത്. അപ്പോൾ ആ ഒരു അടുപ്പൊക്കെ ഞാൻ തപ്പി തന്നെ എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഗ്യാസുമ്മേ. അങ്ങനെ അതവിടെ വെച്ചിട്ട് ഞാൻ മീൻ നന്നാക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. ഞാൻ മീൻ നന്നാക്കാൻ വേണ്ടി ഇരുന്ന പാടെ പൂച്ച ഓടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു പൂച്ചയെ കല്ലെടുത്തെറിയുന്ന സീനാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനത് നന്നാക്കുന്നിടയിൽ അതിൻ്റെ തലക്കെ എടുത്ത് ഞാൻ പൂച്ചക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും ഒരു ശല്യമായിട്ട് എൻ്റെ മേത്തേക്ക് വന്നപ്പോൾ ഞാൻ പാത്രത്തിലോട്ട് കയറാൻ നോക്കുക കേട്ടോ. അപ്പം ഞാൻ ആ ഒരു മീനൊക്കെ എടുത്ത് ചട്ടിയും പാത്രമൊക്കെ എടുത്ത് ഞാൻ അകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അകത്ത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ മീൻ നന്നാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ മീനൊക്കെ നന്നാക്കിയെടുത്ത് മസാല കൂട്ടാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കഷ്ണം മീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഇഞ്ചി വെളുത്തുള്ളീൻ്റെ പേസ്റ്റൊക്കെ ഇടും കേട്ടോ. സാധാരണ ഈ ചെറുമീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഉപ്പും മാത്രമേ ചേർക്കാറുള്ളൂ. പിന്നെ വലിയ ജീരകം കൂടെ ചേർക്കും കേട്ടോ. അങ്ങനെ അതാ ഞാൻ പൊരിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുക്കറിൽ ചെറുപ്പയർ വേവിച്ചാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് തുറന്ന് നോക്കിയപ്പോൾ അത് വെന്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നും കൂടെ അത് വെള്ളമൊക്കെ പാർന്നിട്ട് വേവിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ മീൻ അവിടെ പൊരിക്കാൻ വേണ്ടി മാറ്റി വെച്ചു. പിന്നെ ഞാൻ ആ ഒരു കുക്കർ തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്ര വേവേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, പക്ഷെ അത് കുറച്ച് കൂടിപ്പോയിട്ടോ വേവ്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ആ ഒരു വാഴക്കൂമ്പുണ്ടല്ലോ അത് അങ്ങനെ വേവിച്ച് കണ്ട് അതേക്ക് ഇട്ട് കൊടുക്കാമെന്ന്. അപ്പോൾ അതങ്ങനെ വേവിക്കാൻ വെച്ചിട്ട് ഞാൻ തേങ്ങ ചിരവി എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതിലേക്ക് പച്ചമുളകും തേങ്ങയും പാടെ ചതച്ചിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളെ വാഴക്കൂമ്പ് അവിടെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്കല്ല, ഇത് കുക്കറിലുള്ള ചെറുപ്പയറിലേക്ക് ഇട്ട് കൊടുക്കാനാണ് കേട്ടോ ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഏതോ ഒരു ഹാലിലൂടെ ഞാനത് തിരിച്ചാണ് കേട്ടോ ചെയ്തത്. അതുകൊണ്ട് എനിക്ക് 2 പണിയായി. അങ്ങനെ അതെന്തായാലും നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഞാൻ അതൊന്ന് കടുവർത്തെടുക്കുന്നുണ്ട് കേട്ടോ. കറിവേപ്പില എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല, അതും കൂടെ വേണമായിരുന്നു. പക്ഷെ അതില്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം അങ്ങനെ നമ്മളെ വാഴക്കൂമ്പും ചെറുപ്പയറും കൂടെ ഉള്ള ഉപ്പേരി ഇവിടെ റെഡി ആവുന്നുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് തേങ്ങ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചൂട് കൊടുക്കനെ കഴിക്കാൻ. അപ്പോൾ അതവിടെ ആയപ്പോഴേക്കും എൻ്റെ ചോറ് ഇവിടെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചോറൊക്കെ ഊറ്റിയെടുത്തിട്ടുണ്ട്. അപ്പത്തിന് എൻ്റെ വിശപ്പിൻ്റെ വിളി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സാധാരണ രാവിലെ ബാക്കിയുള്ളതൊക്കെ ഞാൻ ഒരു 10 മണി 11 മണി ആ ഒരു ടൈമിലൊക്കെ കഴിക്കാറുണ്ട് കേട്ടോ. ഇന്ന് എന്തായാലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ബാക്കി ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും ചോറ് എടുത്ത് കഴിച്ചിട്ടോ. നല്ല ചൂടുള്ള ചോറും സാമ്പാറും അതേപോലെ നമ്മുടെ ഉപ്പേരിയും മീനൊക്കെ കൂട്ടി നന്നായിട്ട് ചോറൊക്കെ തിന്നിട്ടുണ്ടായിരുന്നു. മക്കളെന്തായാലും രാവിലത്തെ മദ്രസൊക്കെ വിട്ട് വന്ന് ചായയൊക്കെ കുടിച്ചിട്ട് പോയതാണല്ലോ. അപ്പോൾ ഇനി അവർ കുറച്ച് കഴിഞ്ഞാൽ വന്നിട്ട് ചോറ് കഴിച്ചോളൂ എന്ന് വിചാരിച്ചങ്ങനെ ഞാൻ എന്തായാലും ചോറിനാൻ വേണ്ടി ഇരുന്നു.
അങ്ങനെ ഇതാ ചോറൊക്കെ തിന്നതിന് ശേഷം ഞാൻ ഏകദേശം പണികളൊക്കെ അടുക്കളയത്തെ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വീതനൊക്കെ ഒന്ന് തോത്തി എടുത്തിട്ടുണ്ടായിരുന്നു. അധികം പാത്രങ്ങളൊന്നും ഇനി ഉണ്ടായിരുന്നില്ല കേട്ടോ, കുറച്ച് പാത്രങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെ ഒന്ന് മോറാനുള്ളത് സിങ്കിൽ കൊണ്ടുപോയിട്ടിട്ട് വീതനൊക്കെ ഒന്ന് തോത്തി എടുത്തു കേട്ടോ. പിന്നെ ആ പാത്രങ്ങളോടെ ഒന്ന് മോറി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ തിരുമ്പാനും തുടക്കാനും ഉണ്ടായിരുന്നുള്ളൂ. തിരുമ്പാനുണ്ടെങ്കിൽ മെഷീനിലിടണം കേട്ടോ, അതിന് കറണ്ട് ഇല്ലായിരുന്നു. അപ്പോൾ ഇനി കറണ്ട് വരുവോളം അതവിടെ കിടക്കും. പിന്നെ ഞാൻ എന്തായാലും ഒന്നുകൂടെ അടിച്ചു വാരിയിട്ട് തുടക്കാനുള്ളതും കൂടെ തുടച്ചെടുത്തു കേട്ടോ. അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ, ബായ്.